لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. والحمد لله الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. والذي خلق النار والجنة فالجنة حق والنار حق. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في القرآن الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم. تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن. ذلك الفوز العظيم. وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. ആദരണീയരായ വിശ്വാസിനികള്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളിലും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ജീവിതത്തിലും നാം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക ഇടപാടുകളിലും എല്ലാ ഇടങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വ കൈവരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിച്ചു കൊള്ളുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ചിന്താ വിഷയമായിരുന്ന ഫലസ്തീന്, ഗസ, ഇന്ന് അൽഹംദുലില്ലാഹ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിശ്വാസി സമൂഹം അതിനെ വളരെയധികം സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയും അതിലപ്പുറം ഗസയിലെ ജനങ്ങൾ അതിനെ ആഘോഷപൂർവ്വം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് വിശുദ്ധ ഖുർആന്റെ ഒരു രീതി, പല യുദ്ധങ്ങളും നടന്നു കഴിയുമ്പോൾ അത് അവസാനിക്കുമ്പോൾ പടച്ച തമ്പുരാൻ ആ യുദ്ധത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കൊണ്ട് എന്തൊക്കെയാണ് ഒരു വിശ്വാസി അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ, അത് പരാജയമാണെങ്കിൽ ശരി വിജയമാണെങ്കിലും ശരി അതിനെ എങ്ങനെ നാം കാണണം എന്ന് അള്ളാഹു തആല വിശ്വാസികളെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബദർ യുദ്ധത്തില് വിജയിച്ചത് അത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അള്ളാഹുവിന്റെ
മഹത്തായ അനുഗ്രഹം കൊണ്ടും അവന്റെ സഹായം കൊണ്ടും ആണ് എന്ന് പഠിപ്പിക്കുമ്പോൾ, ഉഹദ് യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടത് നിങ്ങളെടുക്കൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ സംഭവിച്ച വഹ്ന് കാരണമാണ്, അതല്ലെങ്കിൽ നിങ്ങൾ നേതൃത്വത്തെ അനുസരിക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ തുടങ്ങി ഓരോ യുദ്ധവും അവസാനിക്കുമ്പോൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസി സമൂഹത്തെ അതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ സമയത്ത് വിശ്വാസികൾ എന്ന നിലയിൽ നാം ഫലസ്തീനിലും ഗസയിലും സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഈ താൽക്കാലികമായ വെടിനിർത്തലിനെയും വിജയത്തെയും എങ്ങനെ നാം കാണണം, അതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ വെടിനിർത്തലിനെയും താൽക്കാലിക വിജയത്തെയും വിശ്വാസി സമൂഹം വളരെ സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ വിശ്വാസി സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങളുടെ വിജയമായി കൊണ്ടും അതിനെ മനസ്സിലാക്കുമ്പോൾ, മറ്റുള്ള ജനങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് എന്ന് അവരുടെ ലേഖനങ്ങളിലും അവരുടെ വാർത്താ മാധ്യമങ്ങളിലൂടെയും അവര് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ലേഖനങ്ങളിലും അതുപോലെ എഴുത്തുകളിലും നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരു ഇസ്രായേലി ജേർണലിസ്റ്റായ ഡേവിഡ് കെറീസ് അദ്ദേഹം ദ ടൈംസ് ഓഫ് ഇസ്രായേലിന് എന്തുകൊണ്ട് ഹമാസ് വിജയിച്ചു എന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഇസ്രായേൽ ജസ്റ്റ് ലോസ്റ്റ് എ വാർ എന്ന അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഹമാസ് വിജയിച്ചു, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമ്മളിൽ തന്നെ അഥവാ മുസ്ലിങ്ങളായ പല ആളുകൾ തന്നെയും ഇത് പണി കൊടുത്ത് അടി വാങ്ങിയതുപോലെ വെറുതെ കൊണ്ടുപോയി ബോംബിടുകയും അതിന് ഒരുപാട് പഴി കിട്ടുകയും ചെയ്തതല്ലേ എന്ന രീതിയിൽ ചില ആളുകളൊക്കെ ആ ഹമാസിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ലോകം ഒന്നടങ്കം തന്നെ ഹമാസിന്റെയും ഫലസ്തീന്റെയും കൂടെ നിൽക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും സുരക്ഷിതത്തിനും വേണ്ടി ശബ്ദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതേസമയം നമ്മുടെ രാജ്യത്തിൽ നിന്ന് മാത്രമാണ് കുറഞ്ഞ അളവിലുള്ള പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടായത് എന്നും അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നു ഡേവിഡ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഹമാസ് എന്തുകൊണ്ട് വിജയിച്ചു എന്ന് പറയുന്നതിന് ചില കാരണങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. 14ഓളം പോയിന്റുകളായി അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ യുദ്ധം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വെടി നിർത്തൽ കരാറിൽ ഒപ്പിടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിന്റെ സ്വരം മുഴുവൻ ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ തുടക്കത്തിൽ ചില ശബ്ദങ്ങളൊക്കെ ഹമാസിനെതിരെയും ഫലസ്തീനെതിരെയും ഒക്കെ ഉണർന്നിരുന്നെങ്കിൽ പോലും അവസാനം ഈ യുദ്ധം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ താൽക്കാലികമായി അവസാനിക്കുന്ന സമയത്ത് ലോകത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും സ്വരം ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഫലസ്തീന് അനുകൂലമായി മാറിയതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാര് മോചിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹമാസിന്റെ നേതാക്കൾ ഓരോരുത്തരായി കൊല്ലപ്പെടുമ്പോഴും പുതിയ പുതിയ നേതാക്കൾ ഉണ്ടായി വരുന്നതായും അല്ലെങ്കിൽ ഉണ്ടായി വന്നതായും അദ്ദേഹം വിലയിരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫലസ്തീനില് ഓരോ മനുഷ്യനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞോ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ രക്തസാക്ഷിയാകുമ്പോൾ അതേസമയം ഹമാസ് അതിന്റെ അംഗബലം കൂട്ടിക്കൊണ്ടുവന്നതായും ഇപ്പോൾ 12,000-ഓളം പട്ടാളക്കാരാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അദ്ദേഹം വിലയിരുത്തുന്നത്. ഇങ്ങനെ പലപ്പോഴും ചെറിയ നേട്ടത്തിന് പകരം വലിയ നഷ്ടങ്ങൾ സഹിക്കാൻ ഇസ്രായേൽ തയ്യാറായി എന്നുള്ളതാണ് മറ്റൊരു പോയിന്റായി അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് തന്നെ നമുക്കറിയാം 3 ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി 100ഓളം ഫലസ്തീനികളെ വിട്ടുകൊടുക്കേണ്ട അവസ്ഥയാണ് ഇസ്രായേലിന് ഈ ലാസ്റ്റ് കരാറിൽ ഒപ്പിടേണ്ടി വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ അദ്ദേഹം വിലയിരുത്തുന്നു 2023 ഒക്ടോബറിനേക്കാൾ ഇസ്രായേലിന്റെ ശക്തി എത്രയോ ക്ഷയിച്ചതായി അദ്ദേഹം വിലയിരുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സാമ്പത്തിക മേഖലയിലുള്ള അവരുടെ നഷ്ടം ഇപ്പോഴും കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയില്ല എന്നാണ്. ഏതായാലും 20% ഇടിവ് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ വന്നു എന്ന് അദ്ദേഹം തന്നെ വിലയിരുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും.
ഇങ്ങനെ തുടങ്ങി ഒരുപാട് 14ഓളം റീസൺസ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹം ആ ലേഖനം അവസാനിപ്പിക്കുന്നത്, നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇനി അറിയപ്പെടുക, ഓർക്കപ്പെടുക ഇസ്രായേലിന്റെ തോറ്റ യുദ്ധം നയിച്ച പ്രധാനമന്ത്രി എന്ന പേരിലായിരിക്കും എന്നാണ് ഇസ്രായേലി ജേർണലിസ്റ്റായ ഡേവിഡ് കെ റീസ് പോലും അവരുടെ യുദ്ധത്തെ വിലയിരുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കിടയിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകളിലൊക്കെ നമ്മൾ ഇത്തരം വിഷയം ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു 1.5 വർഷം മുമ്പ് നമ്മുടെ കുട്ടികളുടെ മനസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ മനസ്സിലോ ഒരു വിഷയം ആവാതിരുന്ന ഫലസ്തീന്റെ മോചനവും ഫലസ്തീന്റെ സ്വാതന്ത്ര്യവും ഒക്കെ ഇപ്പോൾ ചെറിയ കുഞ്ഞിന് പോലും ആ വിഷയം അറിയാമെന്നാണ്. കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി എന്നോട് സംസാരിച്ചപ്പോ പറയണ്ടേ, ഇനി നമുക്ക് കാഡ്ബറി ചോക്ലേറ്റ് ഒക്കെ തിന്നാലേ, കാരണം ഇപ്പൊ വെടിനിർത്തൽ പ്രഖ്യാപിച്ചല്ലോ. അത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളെ കുട്ടികൾ ഫലസ്തീൻ വിഷയത്തിൽ മാറി എന്നുള്ളതും ശരിക്ക് നമ്മളൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്ത വിജയത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വിശുദ്ധ ഖുർആൻ വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുണ്യം ലഭിക്കുന്ന 3 പള്ളികളിൽ ഒന്നാണ് ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ എന്ന് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും ഉംറയും അതുപോലെ ഹജ്ജും ഒക്കെ കാരണം കഅബ മസ്ജിദുൽ ഹറാം ഓർമ്മിക്കപ്പെടുന്ന രീതിയിൽ പലപ്പോഴും മസ്ജിദുൽ അഖ്സ നമ്മുടെ മനസ്സുകളിലൊന്നും ഇല്ലാതായിരുന്ന ഒരു കാലം കഴിഞ്ഞു പോയിരുന്നു. ഈ 1.5 വർഷത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 15 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുകയും ചർച്ച ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു വിഷയമായി ഫലസ്തീൻ വിഷയവും മസ്ജിദുൽ അഖ്സയും മാറി എന്നുള്ളത് ഒരു വിജയം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പടച്ചവൻ ഓരോ വിജയത്തെയും പരാജയത്തെയും യുദ്ധത്തിലുള്ള വിജയ പരാജയങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു വിശ്വാസി പഠിക്കേണ്ട പാഠങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗസയും ഹമാസും വിജയിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അധികാര അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിക്ക് ആയുധങ്ങളെല്ലാം എത്രത്തോളം ഉണ്ടായിട്ടും അവർക്ക് സാധിച്ചില്ല എന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇതിനെ വിശുദ്ധ ഖുർആൻ തന്നെ മുന്നോട്ട് വെക്കുന്ന, എല്ലാ കാലങ്ങളിലും ഒരു വിശ്വാസി സമൂഹം വിജയിക്കണമെങ്കിൽ നിർബന്ധമായും അവർക്കുണ്ടാവേണ്ട ചില ഗുണങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. തീർച്ചയായിട്ടും ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മളും ഇത്തരം ഗുണങ്ങൾ സ്വാംശീകരിച്ചിട്ടില്ല എങ്കിൽ നാളെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ പരാജയപ്പെടാനായിരിക്കും നമ്മുടെ നിയോഗം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ ഫലസ്തീൻ പ്രശ്നത്തിലും ഗസയുടെ വിജയത്തിലും നാം എന്ത് പാഠങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഫലസ്തീന്റെയും ഹമാസിന്റെയും വിജയത്തിന്റെ കാരണം അവർക്ക് ഇനിയും വഹന് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വഹന് ബാധിക്കാത്ത ഒരു ജനതയാണ് ഹമാസും ഫലസ്തീനികളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അനീതിയോട് ഒരിക്കലും സന്ധിയാവാത്ത ഉറച്ച നിലപാടാണ് അവർ സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറ മുഹമ്മദില് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഫലാ തഹിനു വതദഉ ഇലസ്സൽമി വഅൻതുമുൽ അലൗൻ വല്ലാഹു മഅകും വലൻ യതിറകും അഅമാലകും. നിങ്ങൾ ദുർബലരാവരുത്, നിങ്ങളെ വഹന് ബാധിക്കരുത്. വതദഉ ഇലസ്സൽമി വഅൻതുമുൽ അലൗൻ, നിങ്ങള് ഉന്നതരാണെന്നിരിക്കെ, നിങ്ങളെ ഭാഗത്താണ് നീതി എന്നിരിക്കെ നിങ്ങൾ അങ്ങോട്ട് പോയി സന്ധിയിൽ ഏർപ്പെടരുത്. വലൻ യതിറകും അഅമാലകും വല്ലാഹു മഅകും വലൻ യതിറ അഅമാലകും, അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ ഒരിക്കലും നിങ്ങളെ പ്രവർത്തനങ്ങൾ പാഴാക്കി കളയുകയില്ല എന്ന്. നമുക്കറിയാം ഈ വിജയം ശാശ്വതമല്ല, ഇനിയും ഇത് മുന്നോട്ട് പോകും. അപ്പോഴൊക്കെ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചും കൂടിയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. ജീവിതത്തില് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികളെ പോലും ബാധിക്കുന്ന ഒരു അസുഖമാണ് വഹന് എന്ന് പറയുന്നത്. അതിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് മരണത്തോടുള്ള പേടിയും അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള പ്രേമവുമായി കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ നിങ്ങളെ വഹന് ബാധിക്കരുത് എന്ന് നമ്മളോട് ഉണർത്തുന്നുണ്ട്. സൂറ ആൽ ഇംറാനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ തഹിനു വലാ തഹ്സനു
വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളെ വഹ്ന് ബാധിക്കരുത്, നിങ്ങളെ ദൗർബല്യം ബാധിക്കരുത്. വലാ തഹ്സനു, നിങ്ങൾ അമിതമായി ദുഃഖിക്കരുത്. വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ളത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളുടെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ശരിക്കും വിശ്വാസികൾ, നിങ്ങളാണ് ഉന്നതർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദൗർബല്യം ബാധിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണത്തോടുള്ള ഭയവും അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള പ്രേമവുമാണ് ഈ വഹൻ എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഓരോ ഗുണങ്ങൾ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം നമ്മളെയും അല്ലാഹു ഓരോ നിമിഷവും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അള്ളാഹു ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത് കേവലം പ്രതിസന്ധികൾ കൊണ്ടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രാരാബ്ദം കൊണ്ടുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ക്ഷമ എന്ന് പറയുമ്പോൾ അപ്പോൾ ഓർമ്മ വരിക വല്ല അസുഖങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മറ്റുള്ള പ്രയാസങ്ങളൊക്കെയാണ്. പക്ഷെ സബർ അവലംബിക്കേണ്ട ജീവിതത്തിലെ വലിയ ചില ഘട്ടങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഓരോ പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത് സബർ എന്ന ക്വാളിറ്റിയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സബറിനെ ഹുവൽ ഈമാൻ, അത് തന്നെയാണ് ഈമാൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം നേരിട്ട പ്രശ്നം എന്തായിരുന്നു? അദ്ദേഹത്തെ അല്ലാഹു തആല എങ്ങനെയായിരുന്നു പരീക്ഷിച്ചിരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അത് അനുഗ്രഹങ്ങൾ, തീരാത്ത അനുഗ്രഹങ്ങൾ, ഓരോ മനുഷ്യനും കൊതിച്ചു പോകുന്ന അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ തന്നെ ഒരു വിഭാഗം ആളുകള് വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ കള്ളക്കേസുകളിലൊക്കെ കുടുങ്ങി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജയിലുകളിൽ കഴിയുമ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ദുനിയാവ് ഇങ്ങനെ വിശാലമാക്കിക്കൊണ്ടാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ഈ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ല, ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാക്കപ്പെടുന്നതാണ് എന്ന്. അപ്പൊ നമ്മളും പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന ബോധ്യം നമുക്ക് വേണ്ടതുണ്ട്. അവിടെ നമ്മൾ വലാ തഹിനു, ഈ വിശുദ്ധ ഖുർആന്റെ കൽപ്പന അവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ദൗർബല്യമായി നമ്മളെ പിടികൂടരുത്. നമ്മളെ മക്കളോ നമ്മളെ സമ്പത്തോ നമ്മളെ സന്താനങ്ങളോ അതുപോലെ ഒന്നും, ജീവിതത്തിലെ എല്ലാ വിഭവങ്ങളും ഒരേ സമയം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അതേ സമയം തന്നെ അത് പരീക്ഷണമാണ് എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കിക്കൊണ്ട് അതിനോടൊക്കെ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ്. രണ്ടാമതായി ഫിലസ്തീനികൾ വിജയിക്കാനുള്ള രണ്ടാമത്തെ കാരണം പറയുന്നത് അതിജീവനത്തിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത എല്ലാ ഗുണങ്ങളും യോഗ്യതകളും ഒത്തിണങ്ങിയ ഒരു ജനതയായിരുന്നു അവരെന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم. ഏ വിശ്വാസികളെ, മൻ യർതദ മിൻകും അൻ ദീനി, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരാണോ സ്വന്തം ദീന് വിട്ടെറിഞ്ഞു പോകുന്നത്, അഥവാ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ദീന് മുറുകെ പിടിക്കേണ്ട സമയത്ത് ആ ദീന് ഉപേക്ഷിച്ചുകൊണ്ട് ആരാണോ ആ ദീൻ ഉപേക്ഷിച്ചു പോകുന്നത്, അങ്ങനെ നിങ്ങളെ ദീൻ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അള്ളാഹു വേറൊരു സമൂഹത്തെ, വേറൊരു കൗമിനെ കൊണ്ടുവരും. അവരുടെ പ്രത്യേകത എന്താണ്? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവരെ അള്ളാഹു ഇഷ്ടപ്പെടും. വയുഹിബ്ബൂനഹു, അവര് അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും. അദില്ലത്തൻ അലൽ മുഅ്മിനീൻ, രണ്ടാമത്തെ അവരുടെ ക്വാളിറ്റി എന്താണ്? ആ ഒരു വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് മൃദുല ചിത്തരായിരിക്കും, അഥവാ വളരെ സോഫ്റ്റ് ആയിരിക്കും. അവരോട് വളരെ വിനയത്തോടു കൂടി പെരുമാറുന്ന ആളുകളായിരിക്കും. അഇസ്സതൻ അലൽ കാഫിരീൻ, അതേസമയം
കാഫിറുകളുടെ സത്യനിഷേധികളുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഇസ്സത്ത് പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും. നാലാമതായി യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പേടിയും കൂടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരായിരിക്കും. വലാ യഖാഫൂന ലൗമത ലാഇമിൻ, അക്കാര്യത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും അവർ ഭയപ്പെടുകയില്ല. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അതാണ് അള്ളാഹു കൊടുക്കുന്ന ഔദാര്യം. അത് അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നൽകുന്നു. വല്ലാഹു വാസിഉൻ അലീം, തീർച്ചയായിട്ടും അള്ളാഹു വിശാലനും എല്ലാം അറിയുന്നവനുമാണ്. 5 ഗുണങ്ങളാണ് അതിജീവനത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അഥവാ നമ്മളെയൊക്കെ മാറ്റി വേറൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരുന്നു എങ്കിൽ ഈ 5 ക്വാളിറ്റികൾ നമ്മളിൽ ഇല്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളെയൊക്കെ മാറ്റി വേറൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരാതെ നമ്മളെയൊക്കെ സ്വർഗപ്രവേശനത്തിന് അർഹരാക്കി തീർക്കണമെങ്കിൽ ഈ 5 ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. അതിൽ ഒന്നാമത് പറയുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ എന്നാണ്. അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഒരേ സമയം നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അങ്ങനെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം എന്നാണ്. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കുക. എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ചില സംഭാഷണങ്ങൾ, വർത്തമാനങ്ങൾ നടക്കാറുണ്ട്. നമ്മളെ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മളെ മക്കളും അല്ലെങ്കിൽ ഇളകളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ അങ്ങനെ ഓടി നടക്കുന്നത് എന്ന്. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യന് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പുതിയ ഒരുപാട് കേസുകളൊക്കെ ആയി ബന്ധപ്പെട്ട് പല ആളുകളോട് സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ആർക്കാണോ അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ശരിക്ക് നമ്മൾ പലപ്പോഴും നമ്മളെ ഇഷ്ടത്തിനപ്പുറം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹമോ നമുക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന നമ്മുടെ ഇണകളുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മളെ കുട്ടികളുടെയും കാര്യമാണ് എങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത നമുക്ക് എല്ലാ വിഭവങ്ങളും നൽകിയ പടച്ചവനോടുള്ള നമ്മുടെ നിലപാട് എന്താണെന്ന് നമ്മളൊന്ന് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കും. ശരിക്കും അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകളാണോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാള്, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാള് നമ്മളെ സ്നേഹിക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ലല്ലോ. നമ്മളെ നന്നായി സ്നേഹിക്കുന്ന ഒരാളെ നമ്മളെയും സ്നേഹിക്കും എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുക. തീർച്ചയായിട്ടും പടച്ചവനെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുള്ള യോഗ്യതൊക്കെ എനിക്കുണ്ടോ എന്നാണ് പല ആളുകളും സംശയം പറയാറ്. എന്തുകൊണ്ടാണത്? അള്ളാഹുവിനോട് അത്രയൊന്നും സ്നേഹം നമ്മുടെ മനസ്സിലില്ല എന്നാണ് നമ്മൾ വിലയിരുത്തുമ്പോൾ, നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനവും ജീവിതത്തിലും ഈ ലോകത്തും പരലോകത്തും വിജയിക്കണമെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. അതിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. എന്നിട്ട് രണ്ടാമത്തെ കാര്യം എടുക്കുക, വിശ്വാസികളോട് വളരെ സോഫ്റ്റ് ആയിട്ട് വിനയാനിതരായി മൃദുലതയോടുകൂടി പെരുമാറുന്ന ആളുകളായിരിക്കും വിശ്വാസികൾ. അള്ളാഹു പകരം കൊണ്ടുവരുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. നേരത്തെ പറഞ്ഞു, കൂടെ ജീവിക്കുന്ന മക്കളുടെ കാര്യത്തിലും ഇണകളുടെ കാര്യത്തിലും നമ്മളെ നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ കാര്യത്തിലും നമ്മളെ എല്ലാ പ്രയാസങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വളർത്തിയ പിതാവിന്റെ കാര്യത്തിൽ പോലും നമ്മുടെ നിലപാട് എന്താണ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളോട് എത്രത്തോളം ബാധ്യത നമുക്കുണ്ട്? ആ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? അവരോട് എത്രത്തോളം സ്നേഹം നമുക്കുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തെ മറ്റൊരു വിഭാഗത്തിന് തോൽപ്പിക്കാൻ കഴിയാതിരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്ന അവര് തമ്മിലുള്ള അടുപ്പവും ബന്ധവുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹമാസ് എന്തുകൊണ്ട് വിജയിച്ചു, ഫലസ്തീനുകൾ എന്തുകൊണ്ട് വിജയിച്ചു എന്നാണ്. ഈ ഹമാസിന്റെ മാതൃപ്രസ്ഥാനമായ ഇഖ്വാനുൽ മുസ്ലിമിലെ പ്രവർത്തകരെ കുറിച്ച് ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അവരെത്രത്തോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം സഹോദരനെ അവൻ മറ്റൊരാളോടും പറയാതെ ഉള്ളിലൊതുക്കുന്ന പ്രശ്നങ്ങൾ വരെ മനസ്സിലാക്കാനുള്ള കഴിവ്, അത്രത്തോളം ബന്ധം അവർക്കുണ്ടായിരുന്നു എന്ന് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇഖ്വാനുൽ മുസ്ലിമിനു വേണ്ടി ഈജിപ്തില് ഒരു ആസ്ഥാനം പണിയാൻ തീരുമാനിച്ച സമയത്ത് അതിന്റെ എല്ലാ പ്രവർത്തകരും അതിനുവേണ്ടി സംഭാവന ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടായി.
അങ്ങനെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ സംഭാവന അതിന് നൽകി. പക്ഷെ ഒരു പ്രവർത്തകന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പശു അല്ലാതെ. ആ പശുവിനെ വിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉപജീവനത്തിന് പിന്നെ വേറെ മാർഗങ്ങളൊന്നുമില്ല. പക്ഷെ ഒന്നും കൊടുക്കാനില്ലാതെ അവസാനം ആ പശുവിനെ വിറ്റ് അതിന്റെ ക്യാഷാണ് അദ്ദേഹം ആ ഒരു കേന്ദ്രം നിർമ്മിക്കാൻ വേണ്ടി നൽകുന്നത്. പക്ഷെ ഈ മനുഷ്യൻ ആ പണം നൽകി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് അദ്ദേഹം വിറ്റ അതേ പശു അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം പരസ്പരം ഉള്ളറിയുന്ന പ്രവർത്തകരായിരുന്നു, സഹോദരന്മാരായിരുന്നു ഇവരെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഒരു പ്രസ്ഥാനത്തിന്റെ വിജയത്തിന്റെ ഒരു വലിയ ആണിക്കല്ല് എന്ന് പറയുന്നത്, പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞതും, അഥവാ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളും എന്ന് പറഞ്ഞതിന് ശേഷം വിശ്വാസികളെ രണ്ടാമതായി വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് അദില്ലത്തിൻ അലൽ മുഅ്മിനീനാണ്. അവർ മറ്റുള്ള വിശ്വാസികളോട് അത്രയും ഊഷ്മളമായ ബന്ധമുള്ള, വിനയം കാണിക്കുന്ന, അവരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കുന്ന ആളുകളായിരിക്കുമെന്നാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അനുചരന്മാരിൽ, അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്ന മുതിർന്ന സ്വഹാബികളിൽ ഒരാളായ അബൂ ഉബൈദത്തുൽ ജറാഹ് അദ്ദേഹത്തിന് കുറച്ച് 400 ദീനാർ അദ്ദേഹത്തിന് കൊടുത്തയക്കുന്നുണ്ട്. ആ കൊടുത്തയക്കുന്ന അദ്ദേഹത്തിന്റെ സേവകനോട് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, നീ ഇത് കൊണ്ടുപോയി കൊടുക്കണം, എന്നിട്ട് ഇത് താങ്കളുടെ ആവശ്യത്തിനുള്ളതാണ്, നിങ്ങളുടെ ചെലവിന് വേണ്ടി അമീറുൽ മുഅ്മിനീൻ തന്നെ അയച്ചതാണ് എന്ന് പറയണം എന്ന് പറയുകയും, എന്നിട്ട് അതെന്താണ് അവർ ചെയ്യുന്നതെന്ന്, അദ്ദേഹം എന്താണ് അത് ചെയ്യുന്നതെന്ന് നീ വാച്ച് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ അവിടെ ചെലവഴിക്കണം എന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഈ സേവകൻ ഈ 400 ദീനാറുമായി കൊണ്ട് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹുവിന്റെ അടുത്ത് അത് ഏൽപ്പിക്കുന്നുണ്ട്. ഇത് അമീറുൽ മുഅ്മിനീൻ താങ്കളുടെ ചെലവിന് വേണ്ടി തന്നതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അത് ചെയ്യുന്നത്, അത് 4-3 നാണയങ്ങളൊക്കെ ആക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന അദ്ദേഹം അറിയുന്ന എല്ലാവർക്കും വേണ്ടി ഇതേ സർവ്വജന വിട്ട് അത് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ മുഴുവൻ തീരുന്നത് വരെ ഇദ്ദേഹത്തെ ആ നാട്ടിലെ ഓരോ വീടുകളിലേക്കും പ്രയാസം അനുഭവിക്കുന്ന, അതുപോലെ തന്നെ പണത്തിന് ആവശ്യമുള്ള ഓരോ വീടുകളിലേക്കും ഇദ്ദേഹത്തെ, അങ്ങനെ ഈ വാർത്തയുമായി ഈ സേവകൻ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അദ്ദേഹം ചെല്ലുമ്പോ ഉമർ റളിയല്ലാഹു മറ്റൊരു കിഴി തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ. ഉമർ റളിയല്ലാഹു പറയുകയാണ്, ഇത് നീ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിന്റെ അടുത്ത് കൊണ്ടുപോകണം. നേരത്തെ പറഞ്ഞ അതേ ഓർഡർ കൊടുക്കുകയാണ്. എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം, അതിന് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കണം. അങ്ങനെ മുആദ് റളിയല്ലാഹുവിന്റെ അടുത്ത് ഇതേ 400 ദീനാർ കൊടുത്തയക്കുമ്പോ, അല്ലെങ്കിൽ അത് കിട്ടിയ സമയത്ത് മുആദ് റളിയല്ലാഹു പറയുകയാണ്, അമീറുൽ മുഅ്മിനീന് അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സേവകനോട് അത് 3-2 ഉള്ള ദീനാറുകളാക്കി മാറ്റിയിട്ട് ആ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തേക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ഒക്കെ കൊടുത്ത് തീരാറായപ്പോ ഉള്ളെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, നമ്മളും ഈ നാട്ടിലെ വളരെ പാവപ്പെട്ടവരാണ് കേട്ടോ എന്ന്. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന വെറും 2 ദീനാറാണ്. ആ 2 ദീനാറ് അദ്ദേഹം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അവർക്ക് നൽകുകയാണ്. അഥവാ സ്വന്തം ആവശ്യമുള്ളതോടൊപ്പം തന്നെ ഒരു വിശ്വാസികളായ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നവരായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ക്വാളിറ്റികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മറ്റുള്ള വിഭാഗങ്ങളെ അതിജീവിക്കുന്ന ഒരു സമൂഹമായി കൊണ്ട് മാറുകയുള്ളൂ. അല്ലാതെ ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം സ്വർഗം ലഭിക്കുമെന്ന് നാം ഒരാളും വിചാരിക്കരുത്. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എങ്ങനെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളിൽ ആരാണ് സത്യം പറഞ്ഞതെന്ന്, ആരാണ് കള്ളം പറഞ്ഞതെന്ന് അള്ളാഹു വേർതിരിച്ച് അറിയുന്നത് വരെ നിങ്ങളെ വെറുതെ വിടും, നിങ്ങളെ സ്വർഗത്തിലേക്കാണ്ട് വെറുതെ പ്രവേശിപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. നമ്മൾ ഈ സ്വഭാവങ്ങളിൽ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കുക. മൂന്നാമതായി പറയുന്നത് സത്യനിഷേധികളോട് ഇസ്സത്തോടു കൂടി സമീപിക്കുന്നവരായിരിക്കുമെന്നാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന സമയം, അന്നത്തെ അവസ്ഥയെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് കൂരിരുട്ട് വീണ്ടും ബാധിച്ചു എന്നാണ്. ഭൂമിയെ മുഴുവൻ കൂരിരുട്ട് വീണ്ടും ബാധിച്ചു, അത്രമാത്രം പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നാണ്. ഈ സമയത്ത് ഒരുപാട് ആളുകൾ, വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ മുസ്ലിങ്ങളായ ആളുകൾ തന്നെ പല ആളുകളും ദീന് വിട്ടുകൊണ്ട്, സക്കാത്ത് നിഷേധിച്ചുകൊണ്ട്,
എതിർപക്ഷത്ത് ചേരുകയാണ്. തോന്നിയതുപോലെ ജീവിക്കാൻ അവർ ഉത്സാഹം കാണിക്കുകയാണ്. അവർക്കും എതിരെ മുഴുവനായിട്ടും യുദ്ധം പ്രഖ്യാപിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമായിരിക്കും. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയാണ്, താങ്കൾ ഒന്നും കാണാത്തവനെ പോലെ നിൽക്കുക. അവരോട് മുഴുവൻ താങ്കൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല നമ്മുടെ അടുക്കൽ അത്രമാത്രം സൈനികരുമില്ല. അതുകൊണ്ട് താങ്കൾ മൗനം പാലിക്കുക എന്ന് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു വളരെ ലോലഹൃദയനാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇമാമ നിർത്തരുത് എന്നാണ്. കാരണം അദ്ദേഹത്തിന് ഖുർആൻ ഓതി തുടങ്ങി കഴിഞ്ഞാൽ കരച്ചിൽ നിർത്താൻ സാധിക്കുകയില്ല. അങ്ങനെ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി മാറും. നമസ്കാരം അവസാനിപ്പിക്കാൻ സാധിക്കാതെ അത് ബുദ്ധിമുട്ടായി മാറും എന്ന് പറയുന്ന ലോലഹൃദയനായ അബൂബക്കർ റളിയല്ലാഹു ആ സമയത്ത് ഉമർ റളിയല്ലാഹുവിനോട് പറയുന്ന വർത്തമാനം, ജാഹിലിയ കാലത്ത് അജയ്യനായവൻ ഇന്ന് ഇസ്ലാമിൽ ബലഹീനനാവുകയോ, ഖത്താബിന്റെ പുത്ര ദിവ്യബോധനം അവസാനിക്കുകയും പൂർണ്ണമാവുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഞാൻ അതിൽ കുറവ് വരുത്തുകയും അവര് റസൂലിന്റെ കാലത്ത് കൊടുത്തിരുന്ന ഒട്ടകത്തിന്റെ ഒരു കയറാണ് നിഷേധിക്കുന്നതെങ്കിൽ പോലും എന്റെ കയ്യിൽ വാളുണ്ടെങ്കിൽ ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ റളിയല്ലാഹു പ്രഖ്യാപിക്കുന്നത് കാണാൻ സാധിക്കും. അഥവാ വിശ്വാസി ഒരേ സമയം സ്വന്തം സഹോദരങ്ങളോട് ലോലഹൃദയനായിരിക്കും, അതേസമയം ശത്രുക്കളോട്, സത്യനിഷേധികളോട്, അനീതിയോട് ഒരിക്കലും രാജിയാവാത്ത സ്വഭാവപ്രകൃതമുള്ളവനായിരിക്കും ഒരു വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്നും നോക്കാതെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യുന്നവനായിരിക്കും വിശ്വാസി എന്ന് ഇതേ ആയത്തിൽ അള്ളാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നു. അക്കാര്യത്തിൽ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപം ഭയപ്പെടാത്തവനായിരിക്കും ഒരു വിശ്വാസി എന്ന് നമുക്കറിയാം. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ജിഹാദ് പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു സ്വഹാബിയാണ്. പക്ഷേ അദ്ദേഹം ഷഹീദായി കൊണ്ടല്ല മരണപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ഒരിക്കൽ അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എത്ര പട്ടാളക്കാരെ വേണം? ഉടനെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു മറുപടി പറയുന്നത്, എനിക്ക് 500 പേരെ മതി. അപ്പൊ ഉമർ റളിയല്ലാഹു പറയണം, അവര് 1,00,000-ഓളം അല്ലെങ്കിൽ അതിനടുത്ത് ആളുകൾ ഉണ്ടാവും, അവരോട് യുദ്ധം ചെയ്യാൻ വെറും 500 ആളുകൾ മതിയോ എന്ന് ചോദിക്കുമ്പോ എങ്കിൽ ഒരു 500 കൂടി തന്നോളൂ എന്ന് പറയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അത്ഭുതത്തോടു കൂടി ചോദിക്കുക, അതെന്തുകൊണ്ട്? അപ്പൊ ആ സമയത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അദ്ദേഹത്തോട് പറയുന്ന മറുപടി, ഈ റോമക്കാര്, ഈ ശത്രുക്കള് എന്ന് പറയുന്നത് ദുനിയാവിന്റെ ഒരു ഖണ്ഡം മാത്രം, ഒരു കഷ്ണം മാത്രമേ പടച്ചവൻ അവർക്ക് നൽകിയിട്ടുള്ളൂ. പക്ഷേ എന്റെ കൂടെ താങ്കൾ പറഞ്ഞയക്കുന്ന വിശ്വാസികളുണ്ടല്ലോ, അവർക്ക് അള്ളാഹു വാഗ്ദത്തം നൽകിയിട്ടുള്ളത് പരലോകമാണ്. അതുകൊണ്ട് എന്റെ കൂടെ താങ്കൾ വെറും 10 ആളുകളെ അല്ലെങ്കിൽ ഒരു 100 ആളുകളെ മാത്രമാണ് അയക്കുന്നതെങ്കിൽ പോലും ഞാൻ അവരുമായി ഈ രാജ്യത്തോട്, റോമക്കാരോട് യുദ്ധം ചെയ്യുകയും എന്നിട്ട് വിജയിക്കുകയും ചെയ്യുമെന്ന് ആത്മാഭിമാനത്തോടു കൂടി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഫലസ്തീനികൾ അല്ലെങ്കിൽ ഗസ എന്തുകൊണ്ട് വിജയിച്ചു, ഹമാസ് എന്തുകൊണ്ട് വിജയിച്ചു എന്ന് നാം പരിശോധിച്ചു നോക്കുമ്പോൾ അത് ഭൗതികമായ ഒരു കാരണം കൊണ്ടുമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നേരത്തെ പലസ്തീന്റെ വിജയത്തെ കുറിച്ച് നിരൂപണം നടത്തിക്കൊണ്ട് എഴുതിയ ഇസ്രായേൽ ജേർണലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്, അവര് ഒരാള് രക്തസാക്ഷിയാവുമ്പോൾ കൂടുതൽ ആളുകളെ അവരെ പട്ടാളക്കാരായി ചേർക്കുമെന്ന്. എന്നിട്ടും അദ്ദേഹം പറയുന്ന കണക്ക് ഇപ്പോൾ 12,000-ഓളം സോൾജേഴ്സ് ഹമാസിനുണ്ട് എന്നാണ്. അഥവാ ഭൗതികമായ കണ്ണോടുകൂടി നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ ഒരു ചെറു സംഘം. ആ സംഘമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ അല്ലെങ്കിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മുട്ടുകുത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈമാന് കൊണ്ടാണ്. ആ ഈമാന് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കറിയാം, ഗസക്ക് നേരിടേണ്ടി വന്നത് ചില്ലറ നഷ്ടങ്ങളും പ്രയാസങ്ങളുമല്ല. അതിനെ പുനഃസൃഷ്ടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ സഹായങ്ങളിലും അവർ ഇനിയും കടന്നു വരണം. ഇനി നേരത്തെ ആ കുട്ടി ചോദിച്ചതുപോലെ ഒരു തമാശക്കാണ് ഞാൻ പറഞ്ഞതെങ്കിൽ പോലും ഇനി നമുക്ക് അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യാല്ലേ, ഇനി നമുക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തിന്നാല്ലേ
എന്ന മനസ്സിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ബഹിഷ്കരണങ്ങളിലും ഇനിയും ഫലസ്തീന് ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു തആല ആ ഒരു ചെറു സംഘത്തെ ഇനിയും വിജയിപ്പിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.